നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് BJPയെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹം ഒരു IT കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫൗണ്ടറും CEO ഒക്കെ ആയിരുന്നു. പിന്നെ ധാരാളം കോർപ്പറേറ്റ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. ബേസിക്കലി എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം വന്നതിന് ശേഷം വലിയ കോർപ്പറേറ്റ് ലൈനിലാണ് പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് ഇടുക, നിശ്ചിത സമയത്തുള്ള ടാർഗറ്റ് തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അവർക്ക് ഗയാറാം ലക്ഷം ടൈം വേണം, നേതാവ് കളിച്ച് നടക്കണം. അല്ലാതെ കൃത്യമായ പ്രോഗ്രാമുകളൊക്കെ എടുത്ത് വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കി ചിട്ടയോടുകൂടി റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ വിമർശനം വാങ്ങിച്ച് അങ്ങനെയൊന്നും വളർന്നു പോകുന്ന ഒരു കമ്പനി സ്റ്റൈലിലൊന്നും പ്രവർത്തിക്കുന്നവരല്ല പ്രവർത്തകർ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടി ജനങ്ങളെ നിന്ന് കിട്ടുന്ന അത്യാവശ്യം പൈസയൊക്കെ മേടിക്കണം, സുഖസൗകര്യങ്ങളിൽ പങ്കെടുക്കണം, കല്യാണത്തിൽ പങ്കെടുക്കണം, കുളിയിൽ പങ്കെടുക്കണം, ഇങ്ങനെ നേതാവ് ചമഞ്ഞ് നടക്കണം എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകൾ. പക്ഷേ അതിനിടയിലാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഇൻചാർജിമാർ അവരുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജിമാർ വലിയ പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തെ പരിപാടി, ശ്രീകൃഷ്ണ ജയന്തി, ഓണം, ഇങ്ങനെ കുറേ പരിപാടികൾ വരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലാണ് ശില്പശാല, വാർഡ് ശില്പശാല, ഗ്രാമസഭ, ഇതെല്ലാം കൂടി വലിയ ഒരു ഉത്തരവാദിത്വമാണ് താഴേക്ക് വച്ചിരിക്കുന്നത്. അത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ഒരു ശക്തി ഞങ്ങൾക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടൊക്കെ വേണം ഈ പ്രവർത്തനങ്ങൾ നടത്താൻ. അതിനുള്ള പണം സമാഹരിക്കാൻ കഴിയുന്നില്ല, അതിനുള്ള സമയം കിട്ടുന്നില്ല, ഊർജ്ജമില്ല, ശാരീരിക ആരോഗ്യമില്ല, ഇങ്ങനെ വലിയ പരാതിയാണ്. പക്ഷേ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് MD രമേശും S സുരേഷും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം പാർട്ടിയെ കരുപിടിപ്പിക്കാനും എണ്ണയിട്ട യന്ത്രം പോലെ മാറ്റിയെടുക്കുവാനുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രമത്തെ നമ്മൾ തടസ്സപ്പെടുത്തരുത് എന്നുള്ള നിലയിൽ അവർ മുന്നോട്ട് വരുന്നു. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വലിയ ശ്രമം നടത്തുന്നു. അത് ഓവർ സമ്മർദ്ദം പ്രവർത്തകരുടെ ഇടയിലും നേതാക്കളുടെ ഇടയിലും കൊടുക്കുന്നു എന്നുള്ളതാണ് താഴെത്തട്ടിൽ മണ്ഡലം ഇൻചാർജിമാരുടെയൊക്കെ പരാതി. അപ്പോൾ അതൊരു വലിയ പരാതിയായി വരുന്നു. അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഒരു കോർപ്പറേറ്റ് ലൈനിലാണ് പാർട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ BJP ഇപ്പോൾ 3-ാം സ്ഥാനത്ത് പോലും ഇല്ല. അങ്ങനെ നിൽക്കുന്ന പാർട്ടി 3-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഒക്കെ വരണമെങ്കിൽ വലിയ അധ്വാനം നടത്തേണ്ടി വരും. അപ്പോൾ അത് സ്വാഭാവികമായും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആൾ വളരെ ഡൈനാമിക്കാണ്, ഒരുപാട് വിഷനുള്ള ആളാണ്, ഒരുപാട് ആക്ഷനുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തനങ്ങൾ താഴേക്ക് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള നേതാവാണ്. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കും. സാധാരണ ഒരു പാർട്ടിയിൽ നിന്ന് വളർന്ന് വന്ന് വലുതായ ഒരു നേതാവല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ ഗൗരവമായ ഒരു ഇടപെടലാണ് വേണ്ടി വരുന്നത് CPM-ന്, BJPക്ക്. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പരോക്ഷമായ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വരും ദിവസങ്ങളിൽ BJPയുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. 25% വോട്ടെങ്കിലും പിടിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് BJP ഓടുന്നത്. ആ ഓട്ടത്തിനിടയിലാണ് ഇത്തരം പരാതികളും പരിഭവങ്ങളും വരുന്നത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.